മാവേലിക്കരയിൽ നിന്നും ശ്രീമതി മിനി, ഈ ശബരിമലയിലെ ദേവസ്വം ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊക്കെയും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നത്, സാധാരണഗതിയിൽ പോകുന്നതിനപ്പുറത്തേക്ക് പോയി എന്നൊക്കെ പറയാം. പക്ഷേ ഒക്കെ ഇവരെക്കാളൊക്കെ അധികാരമുള്ള രണ്ടുപേർ, ഒന്ന് ശബരിമല തന്ത്രിയും അന്നത്തെ മന്ത്രിയും ഒക്കെയാണ്. അവരുടെ പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും അന്വേഷിക്കണം സാർ. ഒരു കരിയില് അനങ്ങിയാലും അത് തന്ത്രിയുടെ പേര് നമ്മൾ ഏതൊരു ഇതിലും കാണുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അതേ കണക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മന്ത്രിക്കും ബന്ധം ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും തന്ത്രിക്ക് അറിയാതെ ഒരു കാര്യം നടക്കത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജീവ്. അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് അന്വേഷണം തീരുന്നില്ല. ഇനിയും ഇവരുടെ മേലിൽ അന്വേഷണം വരണം, എന്നെങ്കിലല്ലേ ഒരു പൂർണ്ണതയാവുന്നുള്ളൂ. എന്തായാലും തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ലെന്ന് തന്നെ സാറേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും അറിയാമായിരിക്കാം, പക്ഷെ അവരാരും എന്താ പറയാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരിക്കാം. അവിടെ പരമ്പരാഗതമായി തന്നെ അവിടെ ഉള്ള ആളുകളാണ്, അവിടുത്തെ അധികാരമുള്ള ആളുകളാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നേരിട്ട് അറിയുന്ന ആളുകളും അവരുമായി വലിയ അടുപ്പമുള്ള ആളുകളും ഒക്കെയാണ്. പലതരത്തിലുള്ള അടുപ്പമുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഒക്കെ ഏത് തരത്തിലാണ് ഇടപെടുന്നതിനെ കുറിച്ച് ഈ പറയുന്നത് പോലെ ഒന്നും അറിയില്ല എന്നൊക്കെ പറയാൻ അത് വിശ്വസിക്കാൻ കഴിയുമോ? അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സാർ. അദ്ദേഹം അറിയാതെ ഈ കണ്ഠരര് രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് A to Z അമ്പലവുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ അദ്ദേഹം അറിയാതിരിക്കാൻ ഉള്ള കാര്യം അങ്ങനെ, അതിന് ആ ഒരു ന്യായീകരണമേ തെറ്റാണ്. എന്തായാലും അവരിലും അന്വേഷണം എത്തണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിക്കുള്ള ഒരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. ഇവര് കുറച്ചു പേര് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ കയ്യിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇരിക്കുന്ന അമ്പലവുമായിട്ട്. ശരി, ശ്രീമതി കവിതയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ കവിത. ഹലോ. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മുടെ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല സാറേ. തന്ത്രിക്ക് ഒരു വാക്ക് പറയാമായിരുന്നു ആരെങ്കിലും. ഈ സ്ത്രീ എടുത്തുകൊണ്ട് പോയപ്പോ തന്ത്രി മിണ്ടാതിരുന്നത് തന്ത്രിയുടെ പേർക്ക് ഒരുപാട് തെറ്റുണ്ട്. എന്റെ ഭർത്താവ് ഇവിടെ പറയും തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് തന്ത്രി അറിയാതെ ഇത് ഒന്നും നടക്കൂല. നടക്കൂ സാറേ? സ്വാഭാവികമായും അറിയേണ്ടതാണ്. ശബരിമലയെ സംബന്ധിച്ച് മന്ത്രിക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഈ മേൽശാന്തിക്കോ അറിവുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അവിടുത്തെ A to Z കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ തന്ത്രിയാണ്. ഈ തന്ത്രിമാർ എന്ന് പറയുന്നത് പരമ്പരയായി കിട്ടുന്നതാണല്ലോ, അല്ലാതെ ആരും നിയമിക്കുന്നതും ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കുടുംബപരമായി തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകളാണ് ഈ തന്ത്രിമാർ. ഈ ഈ ഡോറ് എല്ലാം ഇളക്കിക്കൊണ്ട് പോവാ അദ്ദേഹം സാക്ഷിയായിരുന്നു. എന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല, ഒപ്പ് മാത്രം വച്ചില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമ്പോ അറിയാം എന്താണെന്നല്ല. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീമതിയാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായി. അവരെക്കാൾ അധികാരമുള്ള ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന, A to Z എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അറിയാവുന്ന തന്ത്രിയുടെ മേലേക്ക് അന്വേഷണം എത്തുന്നില്ല. അന്ന് അധികാരമുണ്ടായിരുന്ന മന്ത്രിയുടെ മേലേക്കും അന്വേഷണം എത്തുന്നില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് തന്ത്രിയുടെ പേരിലേക്ക് എത്തണം, മന്ത്രിയുടെ പേരിലേക്ക് എത്തണം. ഇതിൽ നിന്ന് ഇനിയും സാറേ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് പോയി ഏറ്റവും തലപ്പത്ത് നിൽക്കും. ഇവര് മാത്രമൊന്നല്ല, ഇന്നിപ്പോ ഉള്ള അവരെല്ലാം വെറും ഡമ്മി മാത്രമാണ്. ഇതിൽ പോയി പിന്നെ വേറെ ഒന്ന്, നമ്മളെ നാട്ടിൽ കോൺഗ്രസിനും കൊള്ളൂല, BJP ഒന്നിനും കൊള്ളൂല, ഒരു പുണ്ണാക്കിനും കൊള്ളൂല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഫോൺ കട്ടാക്കരുത്.